സന്തോഷിക്കുകയും സ്വർഗത്തിലേക്ക് ഹൃദയം ആനന്ദിക്കുകയും ചെയ്യുന്ന നല്ല സാഹചര്യങ്ങൾക്കായിട്ട് ഞാൻ എൻ്റെ കർത്താവിന് നന്ദി പറയുന്നു. ആമേൻ. 150-ാം സങ്കീർത്തനം അതിൻ്റെ അവസാനത്തെ വാക്യം നമ്മളോട് ഇങ്ങനെയാണ് പറയുന്നത്, ജീവനുള്ളതൊക്കെയും യഹോവയെ എന്ത് ചെയ്യട്ടെ, സ്തുതിക്കട്ടെ എന്നാണ്, അല്ലേ? ആണോ? 6-ാമത്തെ വാക്യം 150-ാം സങ്കീർത്തനം. നമുക്കറിയാം, സങ്കീർത്തന പുസ്തകം ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, അനുഗ്രഹിക്കപ്പെട്ടതായ ആമേൻ പുസ്തകമാണ് സങ്കീർത്തനങ്ങൾ, അല്ലേ? ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. മക്കളെ കുറച്ചുകൂടി ഇങ്ങോട്ട് നീങ്ങിയിരിക്കാം ആ കസേരയിലേക്ക്, കാലിയായ കസേരയിലേക്ക്. അപ്പോൾ എനിക്കിങ്ങനെ നേരിട്ട് നോക്കിയാൽ മതിയല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. അപ്പോൾ ആ സങ്കീർത്തനക്കാരൻ നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട്, ജീവനുള്ളതൊക്കെയും എന്ത് ചെയ്യട്ടെ, യഹോവയെ സ്തുതിക്കട്ടെ. അപ്പോൾ ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ എന്ന് പറയുമ്പോൾ അതിനകത്ത് മനുഷ്യൻ മാത്രമാണോ ജീവനുള്ളത്? ആണോ? അല്ല. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. ജീവനുള്ളതൊക്കെയും, എല്ലാറ്റിനും ജീവനുണ്ട്, അല്ലേ? എന്തിനാ ജീവനില്ലാത്ത? സകല ആമേൻ മൃഗങ്ങൾക്കും എല്ലാറ്റിനും എന്തുണ്ട്? ജീവനുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ജീവനുള്ളത് എന്തെല്ലാം ഉണ്ടോ അവയെല്ലാം ദൈവത്തിന് എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. പ്രത്യേകിച്ച് ആമേൻ ഈ ഒരു കാലഘട്ടങ്ങളിൽ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ എത്ര സ്തുതിച്ചാലും എന്ത് ചെയ്യത്തില്ല, മതി വരില്ല. എന്തുകൊണ്ടാണ് ഞങ്ങൾ എങ്ങനെ പറയുന്നതെന്ന് വിചാരിച്ചാൽ, ഞാനൊരു കാര്യം ഒറ്റ വാക്കി പറയാം. ഞാൻ ഏറ്റവും കൂടുതൽ മീറ്റിങ്ങിന് ഓടുന്നൊരു കാലഘട്ടം ഇതാണ്. ഒരു ദിവസം പോലും വിശ്രമമില്ലാതെ ഒത്തിരി മീറ്റിങ്ങുകൾക്ക് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. അപ്പോൾ ഓർക്കും റെസ്റ്റ് എടുത്ത് ഇരിക്കാം, അല്ലേ? അല്പസമയമൊക്കെ നമുക്ക് വീട്ടിൽ ചുമ്മാ ഇരിക്കാം. പക്ഷേ കഴിഞ്ഞ 2 വർഷമൊക്കെ, അല്ലേ, നമ്മൾ ഒത്തിരി ഇരുന്നതല്ലേ? സ്തോത്രം, അല്ലേ? പണത്തിനും പ്രശസ്തിക്കും ആരോഗ്യത്തിനും കഴിവിനും ഒന്നും ചെയ്യാൻ പറ്റാതിരുന്ന ഒരു 2 വർഷം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു, അല്ലേ? നമ്മുടെ ഭാഷ പറഞ്ഞാൽ അവൻ നേടിയതും അല്ലെങ്കിൽ നേടാനുള്ളതും ഒന്നുമില്ലാതിരുന്ന ഒരു 2 വർഷം. അന്ന് പരാതിയില്ല, ഒന്നും കെട്ടിപ്പിടിക്കാനില്ല, ഒന്നും നേടാനില്ല. എന്നിട്ടും ദൈവം നമ്മളെ എല്ലാവരെയും ദൈവം പരിപാലിച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്ത്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്ന ഒരു കാര്യം ഇതാണ്, ജീവനുള്ളതൊക്കെയും എപ്പോഴും ദൈവത്തിന് എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. എന്നെ സന്തോഷിപ്പിക്കുകയും എനിക്ക് അനുഗ്രഹമായി തീർന്ന ഒരു കൊച്ചു മെസ്സേജ് നിങ്ങളുമായിട്ടത് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കതിന് ആധാരമായിട്ട് യെശയ്യാവിൻ്റെ പ്രവചനം 43-ാമത്തെ അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങൾ കുറിച്ചു വെക്കുക. ഒന്നുകൂടി പറയുന്നു. സ്തോത്രം. യെശയ്യാവിൻ്റെ പ്രവചനം 43-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങൾ. മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, മുമ്പുള്ളവയെ നിങ്ങൾ എന്ത് ചെയ്യണ്ട? ഓർക്കേണ്ട. അടുത്ത വാക്യം, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. പണ്ടുള്ളവയെ നിങ്ങൾ എന്ത് ചെയ്യണ്ട? നിരൂപിക്കുകയും വേണ്ട. വളരെ ഞാൻ ഒത്തിരി കാര്യങ്ങൾ എടുത്ത് പറഞ്ഞ് വിശദീകരിക്കാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല, തീർക്കാൻ പറ്റാതെ പോകും. അതുകൊണ്ട് മെയിനായിട്ടുള്ള ദൂതുകൾ മാത്രം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ അത് മാത്രം നോട്ട് ചെയ്യുക. നമുക്കറിയാം, വളരെ ശക്തമായ ഒരു പ്രവചന ശബ്ദമാണ് യെശയ്യാ 43. ഒരുപാട് വാഗ്ദത്ത വചനങ്ങൾ കുത്തി നിറക്കപ്പെട്ടിട്ടുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട പുസ്തകം കൂടിയാണ് യെശയ്യാവിൻ്റെ പ്രവചനം. ഒട്ടുമിക്ക ആളുകൾക്കും യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം വായിക്കാൻ ഇഷ്ടമാണ്. യെരമ്യാ പ്രവചനത്തെക്കാൾ വിലാപങ്ങളെക്കാൾ ഒക്കെ വായിക്കാൻ ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരു പ്രവചന പുസ്തകം എന്ന് പറയുന്നത് യെശയ്യാവാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, യെശയ്യാ പ്രവചന പുസ്തകത്തിനകത്ത് വാഗ്ദത്ത ദൂതുകളുടെ നിറവൊത്തിരിയുണ്ട്. ഒരു ഭക്തനെ സംബന്ധിച്ച് ആശ്വാസത്തിൻ്റെയും വിടുതലിൻ്റെയും വാഗ്ദത്തങ്ങളുടെയും ആഴമായ ദൂത് കുത്തി നിറച്ചിട്ടുള്ള ഒരു പ്രവചന അധ്യായമാണ് ഏത്? ആമേൻ, ഈ യെശയ്യാവിൻ്റെ പ്രവചനം. നമുക്കറിയാം, മറ്റു പ്രവാചകന്മാരെക്കാൾ വ്യത്യസ്തനായിരുന്നു
യെശയ്യാവെന്ന് പറയുന്നത്. യെശയ്യാവെന്ന് പറയുന്ന പ്രവാചകൻ അവൻ കാലഘട്ടത്തിലെ ഒരു രാജകീയ കുടുംബവുമായി ബന്ധമുണ്ടായ ഒരു പ്രവാചകനാണ്. നിങ്ങൾക്കറിയാമല്ലോ, അതുകൊണ്ട് ഒന്ന് തൊട്ടുവിട്ടേക്കാം. അന്നത്തെ കാലത്തെ ഉസിയാവെന്ന് പറയുന്ന രാജാവുമായിട്ട് ഒരു കുടുംബ ബന്ധം ആർക്കുണ്ട്? അവന് യെശയ്യാ പ്രവാചകനുണ്ട്. ഉസിയാവെന്ന് പറയുന്ന രാജാവുമായി നമ്മുടെ ഭാഷയിൽ പറഞ്ഞ റിലേഷൻഷിപ്പുള്ള, അല്ലെങ്കിൽ വളരെ ആഴമായി അടുത്ത് ബന്ധമുള്ള ഒരു മനുഷ്യൻ കൂടി ആയിരുന്നു ആര്? യെശയ്യാവെന്ന് പറയുന്നത്. യെശയ്യാവിന്റെ പ്രവചനത്തിന് മറ്റൊരു പ്രത്യേകത, നമ്മുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം 66 പുസ്തകം ഉള്ളതുപോലെ 66 അധ്യായങ്ങളുള്ള ഏക പ്രവചന ശബ്ദവും യെശയ്യാവിന്റെ പുസ്തകമാണ്. എന്നാൽ 1-ാം അധ്യായം തുടങ്ങി 6-ാം അധ്യായം വരെ യെശയ്യാ പ്രവാചകൻ കൊട്ടാരത്തിലെ പ്രവാചകനായി നിലകൊണ്ടതാണ്. കുറച്ചുകൂടി പറഞ്ഞാൽ തനിക്ക് മറ്റുള്ള പ്രവാചകന്മാരെ പോലെ ഭാരങ്ങളും പ്രയാസങ്ങളും വേദനയൊന്നുമില്ലായിരുന്നു. ക്ഷമിക്കണം പറയുന്നതിൽ. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, യെരമ്യാ പ്രവാചകൻ കണ്ണുനീരിന്റെ പ്രവാചകനാണ്. കാവൽപുരമുറ്റത്ത് അടക്കപ്പെട്ട പ്രവാചകനാണ്. പ്രവാചകനായി യെരമ്യാവ് പ്രവചിച്ചപ്പോൾ അന്നുണ്ടായ രാജാക്കന്മാർ പ്രവാചകന് നേരെ കൈയോങ്ങി അടിക്കുമായിരുന്നു. ആർക്കെതിരെ? യെരമ്യാവിനെതിരെ. യെരമ്യാവെന്ന് പറയുമ്പോൾ തന്നെ കണ്ണുനീരിന്റെ പ്രവാചകനാണ്. അതുകൊണ്ടാണ് വിലാപങ്ങളുടെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നത്. സിയോൻ പുത്രി നിമിത്തം കരയേണ്ടതിന് എൻ്റെ കണ്ണിനെ നീരൊഴുക്കും, തലയെ വെള്ളം കൊണ്ടും നിറക്കണമേ. എന്നും കണ്ണുനീരും കയ്യുമാണ്. എന്നും ജലത്തിനു വേണ്ടി ഓലോല കണ്ണുനീരൊഴുക്കുന്ന അതിശക്തനായ ഒരു പ്രവാചകൻ. നമുക്കറിയാമല്ലോ, കുറച്ച് അധ്യായങ്ങൾ വായിച്ചു വരുമ്പോൾ കാവൽപുരം മുറ്റത്ത് കൊണ്ടുപോയി അടച്ചിട്ട് അവൻ താഴെയുള്ള കാവൽപുരയുടെ താഴെയുള്ള ഒരു സെല്ലിനകത്ത് കൊണ്ടുപോയി അടച്ചിട്ടിരുന്ന ഒരു പ്രവാചകൻ കൂടിയാണ് ആര്? യെരമ്യാ പ്രവാചകൻ. പക്ഷെ അവിടെ ഒന്നും തനിക്ക് എന്തില്ലായിരുന്നു? പരാതിയില്ലായിരുന്നു. തന്നോടുള്ള പ്രവചനം മുഴുവൻ അതുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. തകർന്ന ഇസ്രായേലിനെ പണിയാൻ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ ദൈവം തന്നോട് ഇടപെടുമായിരുന്നു. പക്ഷേ യെശയ്യാവിന് അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ലായിരുന്നു. കൊട്ടാരത്തിലായിരുന്നു തൻ്റെ പ്രവചനം. അതുകൊണ്ട് തന്നെ പ്രവചനം കഴിഞ്ഞു കഴിയുമ്പോൾ തനിക്ക് അതിൻ്റെതായ ഓഫറിങ്ങുമൊക്കെ കിട്ടുമായിരുന്നു. കാരണം കസിൻസ് ആണ്. അതുകൊണ്ട് ഓരോ പ്രവചനം കഴിയുമ്പോഴും കൊട്ടാരത്തിൽ നിന്നും അനവധി പാരിതോഷികങ്ങൾ ആർക്ക് ലഭിക്കുമായിരുന്നു? യെശയ്യാവിന് ലഭിക്കുമായിരുന്നു. അതുകൊണ്ടൊരു കുഴപ്പമുണ്ടായത് എന്നാണെന്നറിയാമോ? ഒരു കൊച്ചു പ്രശ്നം ഉണ്ടായത് എന്നാണെന്നറിയാമോ? 1 അധ്യായം മുതൽ 6-ാം അധ്യായം വരെ താൻ പ്രവചിക്കുമ്പോൾ ദൈവത്തോടാണ് പ്രവചിക്കുന്നതെങ്കിലും ആ പ്രവചനത്തിനകത്ത് അത്രയ്ക്ക് എന്താ പറയുന്നത്, ഒരു ആത്മാർത്ഥത വെളിപ്പെട്ടിട്ടില്ല. കാരണം പ്രവചിച്ചാലും പ്രവചിച്ചില്ലേലും സ്തോത്ര കാഴ്ച കിട്ടുമല്ലോ. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലേ? സ്തോത്രം. പല പാരമ്പര്യ ചർച്ചകളിലെയും ദൈവദാസന്മാരെ പ്രാർത്ഥിക്കാത്തവരായി ജഡീക താല്പര്യങ്ങൾക്ക് അവരെ തന്നെ മാറ്റുന്നതിൻ്റെ ഒരു കാര്യം എന്നാണെന്നറിയാമോ? അവർ പ്രാർത്ഥിച്ചാലും ഉപവസിച്ചില്ലേലും എന്ത് ചെയ്തില്ലേലും അവർക്ക് കിട്ടേണ്ടത് കറക്റ്റായിട്ട് കിട്ടും. പല പാരമ്പര്യ സഭകളുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ശമ്പളം നിയമിച്ചു വെച്ച ദൈവദാസന്മാരുണ്ട്, അവർക്ക് ശമ്പളം കിട്ടും. ഇനി 3 വർഷത്തെ മാറ്റം കിട്ടി വരുന്ന പാസ്റ്റർമാരാണെങ്കിൽ ആ 3 വർഷം കൊണ്ട് അവരവിടെ വന്ന് സേവനം ചെയ്യും. ആ 3 വർഷം കഴിയുമ്പോൾ അവർ അടുത്ത സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആകും. അവർക്ക് കൂടുതൽ വിഷയമൊന്നുമില്ല. ഞാനൊരാട് ചോദിച്ചു, എന്താ ജനത്തെ ഒന്ന് ആരാധിപ്പിക്കാതെ, എന്താ ജനത്തെ ഒന്ന് ഉദ്യമിപ്പിക്കാതെ? അപ്പൊ പുള്ളി എന്നോട് ചോദിച്ച കാര്യം, എന്തിനാ ചങ്ക് വെള്ളമാക്കി രോഗിയായി വീട്ടിൽ കിടക്കുന്നത്? ആരാധിച്ചില്ലേലും എനിക്ക് കിട്ടേണ്ടത് കിട്ടും. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു ആര്? യെശയ്യാ പ്രവാചകൻ. പക്ഷേ അവൻ തിരശീല വീഴുന്നത് പോലെ പ്രവാചകന്റെ മുമ്പിൽ പെട്ടെന്നൊരു സംഭവം ഉണ്ടായി. എന്നാന്നറിയാമോ? ഈ ഓഫറിങ് കൊടുത്തുകൊണ്ടിരുന്ന, ഒരുപാട് നന്മ കൊടുത്തുകൊണ്ടിരുന്ന ഈ രാജാവുണ്ടല്ലോ, തൻ്റെ കണ്ണിന്റെ മുമ്പിൽ നിന്നും എന്ത് ചെയ്തു? നഷ്ടമായി പോയി, മരിച്ചുപോയി. ഒരു ദൂത് ഇന്ന് രാത്രി പറയാ, നമുക്ക് എന്നും ഒരു സഹായം എവിടെന്നെങ്കിലും കിട്ടിക്കൊണ്ടിരുന്നാൽ നമ്മുടെ ആശ്രയം മുഴുവൻ ആ വ്യക്തിയിലായിരിക്കും. എന്നാൽ നിന്നെ വിശ്വാസം പഠിപ്പിക്കേണ്ടതിനോ നിന്നിലുള്ള ആശ്രയം ദൈവത്തിലാക്കേണ്ടതിനോ ചിലതിനെ ദൈവം ഭൂമിയിൽ നിന്ന് മാറ്റിയെന്നിരിക്കും. അതെന്തിനാണെന്നറിയാമോ? നിന്റെ മുഴുവൻ ആശ്രയവും ദൈവത്തിലേക്കാക്കാൻ വേണ്ടിയാണ്. ഞാൻ ഒന്നുകൂടി പറയാ, നമ്മുടെ സ്പോൺസറേക്കാൾ വലുതാണ് നമ്മുടെ ദൈവമെന്ന് പഠിപ്പിക്കാൻ ദൈവം ചിലത് മാറ്റിക്കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്.
6-ാം അധ്യായം വരെ അവൻ യെശയ്യാവിന് വലുത് സ്പോൺസറായിരുന്നു, അല്ലേ? സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന ഉസിയാവായിരുന്നു എന്നും അവൻ യെശയ്യാവിന്റെ കണ്ണ് ആ സിംഹാസനത്തിലേക്കാണ്. അവന് എന്നും പ്രാർത്ഥന, ദൈവമേ ഉസിയാവിന് ആയുസ് കൊടുക്കണേ, ഉസിയാവിന് നന്മ കൊടുക്കണേ, ഉസിയാവിന് ഭരിക്കാൻ കൃപ കൊടുക്കണേ. കാരണം അങ്ങനെയല്ലേ പ്രാർത്ഥിക്കത്തുള്ളൂ. എനിക്ക് എല്ലാ മാസവും 1,00,000 രൂപ എല്ലാ മാസവും തരുന്ന ആൾക്ക് വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കത്തില്ലേ? അത് മുടങ്ങിപ്പോകാതിരിക്കാൻ. ഇതുപോലെയോ അവൻ യെശയ്യാവിന്റെ പ്രാർത്ഥന, ദൈവമേ ഉസിയാവിന് ആയുസ് കൊടുക്കണേ, ഉസിയാവിനെ നിലനിർത്തണേ. പക്ഷെ തമ്പുരാൻ പറഞ്ഞു, മോനെ ഈ ഉസിയാവിനെ നിർത്തിയിരിക്കുന്നത് ഞാനാണെന്ന് നീ മറന്നുപോയി. ദൂത് മനസ്സിലായില്ലല്ലേ? നിനക്ക് ഈ നന്മ തരുന്ന ആ ഉസിയാവിനെ നിർത്തിയിരിക്കുന്നതും ഞാനാണ് കേട്ടോ. ചില നന്മകൾ ദൈവം നമുക്ക് ചിലരൂടെ നൽകി തരുന്നതും ദൈവത്തിന്റെ കൃപയാണ് കേട്ടോ. മറന്നു പോവരുത്. അതുകൊണ്ട് നമ്മുടെ ആശയവും നമ്മുടെ കാഴ്ചപ്പാടും ആരിലാവരുത്, ഉസിയാവിലാകരുത്. ഉസിയാവിനെ നിലനിർത്തിയ ദൈവത്തെ ആകണം. എന്നാൽ അതുകൊണ്ട് ആ യെശയ്യാ 6-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ച നിങ്ങള്. യെശയ്യാ 6:1. ഉസ്സിയാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് 1-ാം അധ്യായം തുടങ്ങി 6-ാം അധ്യായം വരെ അവൻ യെശയ്യാവ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടില്ല. എങ്ങനെയുള്ള കാഴ്ച? ദൈവത്തെ കണ്ടിട്ടില്ല. എന്നാൽ 1-ാം അധ്യായത്തിൽ തന്റെ പ്രവചനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവിതരിക. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവിതരിക. ആഴമായി ആകാശത്തോടും ഭൂമിയെ നോക്കി, അന്തരീക്ഷത്തെ നോക്കി പ്രവചിക്കുന്ന പ്രവാചകനെ, അങ്ങീ പ്രവചനം പ്രവചിക്കുമ്പോഴും അങ്ങേക്ക് ദൈവത്തെ കാണാൻ പറ്റിയിട്ടില്ലല്ലോ. അങ്ങ് കണ്ടത് കസേരയിരിക്കുന്ന ഉസിയാവല്ലേ? എന്നാൽ ഇന്നിതാ ഒരു ദൂത് ദൈവാത്മ പറയുന്നു, കസേരയിരിക്കുന്ന ഉസിയാവിനെ മാറ്റിയിട്ട് കസേര ഇരുത്തുന്ന ദൈവത്തെ വെളിപ്പെടുത്തി. ദൈവമക്കളെ, ഞാൻ ഇതിനകത്തുനിന്ന് ഒരു ദൂത് നിങ്ങളോട് പറയാം കേട്ടോ. ഇത് വളരെ ശക്തമായ ആഴമായ ദൂതാണ്, അല്ലേ? ചാരാം. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാൽ അതിലേക്കങ്ങ് ചാരി ചാരി ശരിക്കങ്ങ് ഭാരമെല്ലാം കൊടുത്ത് നമ്മൾ ചാരും, അല്ലേ? എന്നാൽ ആ ചാര് നിൽക്കുമ്പോഴും ഓർക്കണം, ഇത് നിൽക്കുന്നത് മറ്റൊരു കാലേല. മനസ്സിലായില്ലല്ലേ? നമ്മൾ എത്ര വലിയവനെ ചാരിയാലും ആ വലിയവനെ നിർത്തിയിരിക്കുന്നതും ദൈവത്തിന്റെ കരമാണെന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ! എന്തായാലും യെശയ്യാവിന് അടി കിട്ടിയതുപോലെയായി. പെട്ടെന്ന് ഉസിയ രാജാവ് എന്ത് ചെയ്തു? മരിച്ചു. അപ്പൊ ഏത് സ്പോൺസറും മരിക്കും. ഏത് സ്പോൺസറും, എല്ലാരും എന്ന് പറഞ്ഞു, ഏത് സ്പോൺസറും മരിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ആയുസ്സിൽ, ജീവിതത്തിൽ ഒരു സ്പോൺസറെയും വിശ്വസിക്കരുത്. ഒരാമയും പറ. ഇന്ന് കാണുന്ന സ്പോൺസർ നാളെ കാണില്ല. ആമേൻ. ഞാൻ പഠിച്ചൊരു കാര്യം പറയും. ഈ 10-29 വർഷം കൊണ്ട് എന്റെ ശുശ്രൂഷ ഞാൻ ഒരു വ്യക്തിയെയും ഞാൻ ഡിപ്പെൻഡ് ചെയ്യില്ല. ആ വ്യക്തിയെ ഞാൻ ഇന്ന് വരെ സ്പോൺസർഷിപ്പിൽ ഞാൻ കാണത്തുമില്ല. കാരണം നാളെ നേരം വെളുക്കുമ്പോ ആ വ്യക്തിയെ ഭൂമിയിൽ കണ്ടില്ലെന്ന് വരാ. പക്ഷെ ഒരു കാര്യം ഓർക്കണം, അവനെയും എന്നെയും നിലനിർത്തുന്ന നമ്മുടെ ദൈവമുണ്ടല്ലോ. ആ ദൈവത്തിന് മാറ്റമില്ല കേട്ടോ. ആ ദൈവം ഒരിക്കലും മരിക്കത്തില്ല കേട്ടോ. ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. നമ്മളെല്ലാം പ്രസംഗിക്കുമ്പോൾ ഏലിയാവിനെ കുറിച്ച് വാക്കുകൾ കൂട്ടി നമ്മൾ പറയും. ഏലിയാവിനെ കുറിച്ച് പറയുമ്പോൾ 1000 നാവക്കെടുത്ത് നമ്മൾ പറയും. കാക്കയെ കൊണ്ട് പോഷിപ്പിച്ചു, സാരാഫാത്തിലെ വിധവയെ കൊണ്ട് പോഷിപ്പിച്ചെന്നൊക്കെ നമ്മൾ പറയും. അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്, സ്തോത്രമുണ്ട്. പക്ഷേ അതിനകത്ത് മറ്റൊരു ചിന്ത കൂടിയുണ്ട്. എന്നാന്നറിയാമോ? ഈ ഇടയ്ക്കിടയ്ക്ക് പുള്ളിയുടെ അകത്ത് ഈ ഞാൻ എന്നൊരു പദം കിടപ്പുണ്ട്. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലല്ലേ? ഈ ഞാൻ എന്ന ഒരു വാക്ക് ഈ ഏലിയാവിൻ്റെ അകത്തുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലല്ലേ? അവൻ ഏലിയാവിനെ തീയിറക്കുന്നവനായിട്ടേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഏലിയാവിനെ കർമ്മേലിന്റെ മലമുകളിൽ ബാലിന്റെ പ്രവാചകന്മാരെ വെട്ടിമുറിക്കുന്ന ഒരു ഏലിയാവിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആരും കാണാത്ത ഈ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിത്വം ഏലിയാവിൽ ഒളിച്ചു കിടപ്പുണ്ട്. പക്ഷെ നമ്മൾ കണ്ടില്ല. അത് കണ്ടത് ദൈവം മാത്രമാ. ഒരു അല്ലേലി എന്ന് പറഞ്ഞേ.
ഇടക്കിടക്ക് പുള്ളി ദൈവത്തോട് പറയുമായിരുന്നു, ഞാൻ മനസ്സിലായില്ലല്ലേ? ഒരിക്കൽ ദൈവം വന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, എലിയാവേ, ഇങ്ങനെയൊക്കെ പോയാൽ പോരാ കേട്ടോ. എൻ്റെ ഭാഷ പറയുക, കുറച്ചുകൂടി ഒന്ന് ആമൻ ശോഭിക്കണം കേട്ടോ, കുറച്ചുകൂടി ഒന്ന് ആമൻ ധീരതയോടൊക്കെ നിൽക്കണം കേട്ടോ. അപ്പൊ ഏലിയാവ് ദൈവത്തോട് പറഞ്ഞു, ഞാൻ ഒഴികെ അല്ല പറഞ്ഞില്ലേ? എന്നാ പറഞ്ഞേ? ഇസ്രായേൽ ഞാനല്ലാതെ മറ്റൊരു ഇസ്രായേലിൽ ഞാനല്ലാതെ. അവ ഈ പുള്ളി തീയിറക്കുമ്പോഴും പോകുമ്പോഴും വരുമ്പോഴും കർമ്മേലിൽ കയറുമ്പോഴും ഒക്കെ എല്ലാം പുള്ളിയുടെ അകത്തൊരു ചിന്തയുണ്ട്, ഞാൻ മാത്രം, ഞാനല്ലാതെ വേറെ ആരുമില്ല. ഏലിയാവേ, നിന്നെ ദൈവം ഇച്ഛാഞ്ച വരപ്പിക്കാൻ പോയ എന്നാന്നറിയോ? ഈ ഞാനെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, നീ ഒന്ന് ചുമ്മാതിരി ഏലിയാവേ, നീ പറയുന്നത് ഞാൻ മാത്രം. ഞാനെന്താ? ഞാൻ തിരിച്ചൊരു കാര്യം പറയാ, ബാലിന് മുട്ടുമടക്കാത്ത 7000 അപ്പുറത്ത് നിപ്പുണ്ട്. അപ്പൊ നീ മാത്രമല്ല. ഒരു സ്വത്രം എന്ന് പറഞ്ഞേ. ഇനി ഞാൻ എൻ്റെ പ്രസംഗ ഭാഷയിൽ അങ്ങ് പറയുക, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ തള്ളിക്കളയാം. ഈ ഞാനെന്ന് ഇടക്കിടക്ക് പറഞ്ഞത് കൊണ്ട് സംഭവിച്ചത് എന്താണെന്നറിയാമോ? പറന്നു പോണ ആട്ടി ഓടിക്കുന്ന ആർക്കും ഗുണമില്ലാത്ത കാക്കയുടെ കയ്യിൽ നിന്ന് മേടിച്ച് കഴിക്കേണ്ടി വന്നു. എന്നിട്ട് മനസ്സിലായില്ലേ? ഈ ഞാനല്ലാതെ ഇല്ലെന്ന് പറഞ്ഞ ഈ ഏലിയാവിനെ കൊണ്ട് സാരാഫാത്തിലെ വിധവാമ്മച്ചിയെ കൊണ്ട് പോഷിപ്പിക്കേണ്ടി വന്നു. ആ ഗതികേട് കണ്ടോ? അവൻ എലിയാവേ, ആ സാരാഫാത്തിലെ വിധവയെ കൊണ്ട് പോറ്റാൻ കാര്യം എന്താണെന്നറിയാമോ? എനിക്ക് വേണമെങ്കിൽ കൊട്ടാരത്തിൽ കൊണ്ട് പോറ്റാം, പക്ഷെ നിന്റെ അകത്തൊരു ചിന്ത കിടപ്പുണ്ട്, ഞാനാണിതൊക്കെ ചെയ്യുന്നത്, ഞാൻ ആ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. പിതാവേ മാതാവേ, തരുന്ന ജോലിയും തരുന്ന ആരോഗ്യവും ദൈവനാമ മഹത്വത്തിനാ. അത് ഞാനല്ല ചെയ്യുന്നത്, ദൈവമാ ചെയ്യുന്നതെന്ന് ഒരു ഓർമ്മ നമ്മുടെ അകത്തുണ്ടാകട്ടെ. അത് നമ്മുടെ ബലത്താൽ അല്ല കേട്ടോ, അത് നമ്മുടെ ശക്തിയാൽ അല്ല കേട്ടോ, നമ്മുടെ ആൽബലത്താൽ അല്ല കേട്ടോ. ഇന്ന് രാത്രി ആ കരമടിച്ചൊന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ് ഈ രാത്രി തിരിച്ചറിയുക, ഞാനല്ല. ഏലിയാവേ, വല്ലപ്പോഴുമെങ്കിലും അറിയാതെ ഞാനാണ് എന്ന് പറയുമ്പോൾ നീ കുറിച്ചു വെക്കണം കേട്ടോ. നീ പറയുന്ന ഞാൻ എന്ന വിഷയത്തെ നിന്റെ അകത്തൊന്ന് മാറ്റിയിട്ട് കഴിവില്ലാത്ത സാരാഫാത്തിലെ വിധവയെ കൊണ്ടോ കാക്കയെ കൊണ്ടോ പോഷിപ്പിക്കാൻ ഞാൻ ദൈവസന്നിധി വിശ്വസ്തനാണ്. സ്തോത്രം. ചില വിടുതലുകൾ ആരംഭിക്കുന്നത് എവിടെയാണെന്നറിയാമോ? ഈ ഞാൻ അവസാനിപ്പിക്കുമ്പോഴാണ്. ഞാൻ ഉടയുന്നിടത്ത് ദൈവകരം ചലിക്കും കേട്ടോ. പ്രൈസ് ദി ലോർഡ്. എന്ന് എൻ്റെ അകത്ത് ഈ പുൽപ്പിറ്റ് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു, ഞാനില്ലായിരുന്നെങ്കിൽ അവൻ എത്തത്തില്ലായിരുന്നു, ഞാനില്ലായിരുന്നെങ്കിൽ അവൻ പഠിക്കത്തില്ലായിരുന്നു, ഞാനില്ലായിരുന്നെങ്കിൽ അത് പണിയത്തില്ലായിരുന്നു എന്ന് തിരിച്ചൊന്ന് ചോദിച്ചേ, നീ ഇല്ലായിരുന്നെങ്കിലോ? അല്ലേ? നമ്മൾ പറയും ഞാനില്ലായിരുന്നെങ്കിൽ ചെയ്യത്തില്ലായിരുന്നു. തിരിച്ച് ദൈവം ചോദിക്കുക, അതൊക്കെ അവിടെ നിൽക്കട്ടെ കുഞ്ഞ്, ആ ആണ്ടിൽ നീ ഇല്ലായിരുന്നെങ്കിലോ? അപ്പൊ നിന്നെ നിർത്തിയത് കൊണ്ടല്ല ഇതൊക്കെ ചെയ്തത്. അതുകൊണ്ട് നമുക്കാർക്കും പുകഴാനില്ല. ദൈവത്തിന്റെ കൃപയാലത്രേ, ദൈവത്തിന്റെ സാന്നിധ്യത്താലത്രേ. കരമുയർത്തു ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. യെശയ്യാവ് കാണേണ്ടത് കണ്ടു. ആര്യ കണ്ടത്? മോനെ, ഇട്ട മോനെ, 6-ാം അധ്യായം 2-ാമത്തെ വാക്യം. മരിച്ചാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ആരെ കണ്ടു മോനെ? ദൈവത്തെ കണ്ടു, കർത്താവിനെ കണ്ടു. കർത്താവ് എന്നൊരു വാക്ക് അവിടെ ഇല്ലേ? സ്വതന്ത്രം. പക്ഷെ ഇതിനു മുൻപ് കണ്ടത് കർത്തൃത്വമുള്ള ഒരാളെ ആയിരുന്നു, അത് രാജാവിനെ ആയിരുന്നു. എന്നാൽ സകലത്തിന്റെ മേലും കർത്തൃത്വം വഹിക്കുന്ന കർത്താവിനെ കണ്ടത് ആ ഉസിയാവ് മരിച്ചപ്പോഴാ. ഇത് കഴിഞ്ഞ ഉടനെ 1-ാം അധ്യായം തൊട്ട് 6-ാം അധ്യായം വരെ വെടിച്ചില്ല് പ്രസംഗിച്ചവൻ 6-ാം അധ്യായത്തിൽ ഒരു പദം പറഞ്ഞു. ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെയൊക്കെ നമ്മൾ വചനം വളരെ ഇരുന്ന് ചിന്തിക്കേണ്ടത് എന്നാന്നറിയോ? 1-ാം അധ്യായം തൊട്ട് 6-ാം അധ്യായം വരെ വെടിച്ചില്ല് പോലെ പ്രവചിച്ച പുള്ളി കർത്താവിനെ കണ്ടപ്പോ പറയാ, ദൈവമേ, എന്റെ അധരം എനിക്കയ്യോ കഷ്ടം, എനിക്ക് അയ്യോ കഷ്ടം, എന്റെ അധരം ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ. അപ്പോ കർത്താവിനെ കണ്ടപ്പോ പുള്ളി എന്നാ പറഞ്ഞേ? ഞാൻ നശിച്ചു, ശുദ്ധിയില്ലാത്ത അധരങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ആരെങ്കിലും കർത്താവിനെ കണ്ടിട്ട് പറയുവോ ഞാൻ നശിച്ചെന്ന്? നമ്മളെല്ലാം കർത്താവിനെ കണ്ടപ്പോ നശിച്ചെടുത്തെന്ന് അനുഗ്രഹിക്കപ്പെടുകയല്ലേ ചെയ്തേ?
ഒരു സ്വോത്രം പറ. പക്ഷേ രണ്ടുപേര് കർത്താവിനെ കാണേണ്ട പോലെ കണ്ടപ്പോ രണ്ടുപേര് വേദപുസ്തകത്തിൽ ഇതേപോലെ പദം പറഞ്ഞു. ഒരാള് യെശയ്യാവ് കർത്താവിനെ കണ്ടപ്പോ പുള്ളി പറഞ്ഞു, ഞാൻ നശിച്ചു. എന്നാ നശിക്കാൻ കാര്യം എന്നറിയോ? 1-ാം അധ്യായം തൊട്ട് 6-ാം അധ്യായം വരെ പ്രവചിച്ചെങ്കിലും ശുദ്ധിയില്ലാത്ത തരം കൊണ്ടാ പ്രവചിച്ചേ. കർത്താവിനെ കാണാതെയാ പ്രവചിച്ചത്. 6-ാം അധ്യായം തൊട്ട് കർത്താവിനെ നോക്കി പ്രവചിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇനി അതിന്റെ ആകെത്തുക എന്താണെന്നറിയാമോ? പ്രവചിച്ച് 9-ാം അധ്യായത്തിൽ വന്നപ്പോൾ മശിഹയുടെ ജനനത്തെ കുറിച്ച് പ്രവചിക്കാൻ തുടങ്ങി. ഇനി കുറച്ചുകൂടി പ്രവചിച്ച് 26-ാം അധ്യായത്തിൽ വന്നപ്പോ 1000 ആണ്ട് വാഴ്ചയിൽ ദൈവസഭയുടെ മണിയറവാസത്തെ കുറിച്ച് താൻ പ്രവചിക്കാൻ തുടങ്ങി. 6-ാം അധ്യായം തൊട്ട് കർത്താവിന്റെ യഥാർത്ഥ രൂപത്തെ കണ്ടപ്പോൾ യെശയ്യാവിന്റെ പ്രവചന ശബ്ദം മാറി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മടങ്ങി വരാൻ കേട്ടോ. പിന്നെ യെശയ്യാവ് അങ്ങ് ആള് മാറി. രണ്ടുപേരുടെ ഞാൻ പറഞ്ഞു, കർത്താവിനെ കാണേണ്ട പോലെ കണ്ടപ്പോൾ രണ്ടുപേര് ഈ പദം പറഞ്ഞു. ഒന്ന് യെശയ്യാവാണ്, മറ്റൊരാളെ എടുത്തു വായിക്കണ്ട, കാരണം ഇതെനിക്കൊന്ന് തീർക്കണം. അതെന്താണെന്നറിയോ? പടക് നിറച്ച് മീൻ കയറിയപ്പോ പുള്ളി പറഞ്ഞു, അയ്യോ കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യൻ. അവിടെ പുള്ളി അയ്യോ ഞാൻ നശിച്ചു. പത്രോസ് പറഞ്ഞു, ഞാൻ പാപിയായ മനുഷ്യൻ. കർത്താവിനെ കാണേണ്ടതുപോലെ കണ്ടാൽ നമ്മുടെ അകത്തുനിന്ന് ഈ 2 വാക്ക് വരും. ഇതിനകത്തുനിന്ന് ഒരു വ്യക്തി ആരംഭിക്കുന്ന ക്രിസ്തീയ ജീവിതമാണ് യഥാർത്ഥ ആത്മീക ലൈഫ്. മറ്റതെല്ലാം പുറമെയാണ്. പക്ഷെ ഇവിടെ ഇവർക്ക് 2 പേർക്കും ഭയങ്കര രൂപാന്തരം. സ്വതന്ത്രം. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞവനെ കൊണ്ട് 3 പ്രാവശ്യം ഏറ്റുപറയിപ്പിച്ചു. അതരം ശുദ്ധിയില്ലെന്ന് പറഞ്ഞവനെ കൊണ്ട് കർത്താവിന്റെ കന്യക ജനനത്തെ കുറിച്ച് പ്രവചിപ്പിച്ചു. ഇന്ന് രാത്രി അങ്ങനെ ഒരു കൃപയിലോട്ട് ദൈവസഭ വരട്ടെ. നല്ലൊരു സ്വതന്ത്രം എന്ന് പറഞ്ഞേ. ആ പ്രവാചകൻ പ്രവചിച്ചിട്ട് പറയുക, മുമ്പിലുള്ളവയെ നിങ്ങൾ എന്ത് ചെയ്യണ്ട? ഓർക്കേണ്ട. പണ്ടുള്ളവയെ നിങ്ങൾ എന്ത് ചെയ്യണ്ട? അപ്പൊ മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിങ്ങൾ. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, മുൻപുള്ളതിനെ നിങ്ങൾ ഓർക്കണ്ട, ആമേ, പണ്ടുള്ളതിനെ നിരൂപിക്കണ്ട. നിങ്ങൾക്ക് വേണ്ടി പുതിയതൊന്ന് ദൈവം ചെയ്യാൻ പോകുകയാണ്. ഒരാമേൻ പറയാൻ പറ്റുമെങ്കിൽ ആമേൻ പറ. ആമേൻ ആമേൻ പറയുന്നു, ഇതാ ഞാൻ പുതിയത് ചെയ്യുന്നു, അതിപ്പോഴേ ഉത്ഭവിക്കും. ഉത്ഭവിച്ചേക്കുമെന്നല്ല, അതിപ്പോൾ ഉത്ഭവിക്കും. ഇന്ന് രാത്രി വേളയിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട്, ദൈവസഭയോട്, ദൈവജനത്തോട് ഇന്ന് രാത്രി ആത്മാ പറയുന്നു, ആമേൻ, ചിലത് നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ഉത്ഭവിക്കാൻ പോകുക. ഇന്നലത്തേതല്ല, പണ്ടുള്ളവയെ ഓർക്കേണ്ട, മുമ്പുള്ളവയെ നിരൂപിക്കേണ്ട. ഞാനിത് പുതിയതൊന്ന് നിനക്ക് വേണ്ടി ചെയ്യുന്നു, അതിപ്പോഴേ ഉത്ഭവിക്കും. ആമേൻ. മുൻപുള്ളവയെ നിങ്ങൾ എന്ത് ചെയ്യണ്ട? ഓർക്കേണ്ട. മുൻപുള്ളതെല്ലാം മറക്കാൻ ദൈവാത്മ പറയുന്നു. പുതിയത് ദൈവം ചിലത് ചെയ്യാൻ പോകുക. ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ ജീവിതത്തിൽ നഷ്ടമായത് ഇനി നീ ഓർക്കണ്ട കേട്ടോ. നഷ്ടപ്പെട്ടു പോയ നാളുകൾ നീ ഓർക്കണ്ട കേട്ടോ. നഷ്ടപ്പെട്ടു പോയ വിചാരങ്ങൾ നീ ഓർക്കണ്ട കേട്ടോ. നഷ്ടപ്പെട്ടു പോയ ദിവസങ്ങൾ ഓർക്കണ്ട കേട്ടോ. ഇന്ന് രാത്രിയിൽ സൈന്യങ്ങളുടെ യഹോവ ആലോചന പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യും. മുൻപുള്ളത് നിനക്ക് വേദനയായിരിക്കാം, മുൻപുള്ളത് നിങ്ങൾക്ക് ഭാരമേറിയതായിരിക്കാം. അമ്മേ, മുൻപുള്ളത് നിങ്ങൾ പ്രശ്നമാക്കണ്ട. കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ചർച്ചിൽ വന്നുകൊണ്ടിരുന്ന ഒരു ഫാമിലി, വളരെ വർഷങ്ങളായി അവർക്ക് കുഞ്ഞുങ്ങളില്ല. കഴിഞ്ഞ ദിവസം അവർ ബാംഗ്ലൂരോട്ട് പോയി. പോകാൻ നേരത്ത് ആ മുറിക്കകത്ത് കയറി പ്രാർത്ഥിക്കാൻ നേരത്തെ എന്നോട് ദൈവം പറഞ്ഞു, ഈ ജൂൺ കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ദൈവം തരും, അത് 2 കൈ നീട്ടി മേടിച്ചേക്കാൻ പറഞ്ഞു. സ്വതന്ത്രം.
എന്നെ 2 ദിവസം മുമ്പ് രാത്രി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പക്ഷെ ആ ഗിഫ്റ്റ് കിട്ടി ഇപ്പം 2 മാസമായി. അവരിവിടെ വരും, പ്രതിഷ്ഠ ഇവിടെ വെച്ചായിരിക്കും. അപ്പം മുമ്പുള്ളവയെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഓർക്കണ്ട. പണ്ടുള്ളവയെ നിങ്ങൾ എന്ത് ചെയ്യണ്ട. അത് വേദനയായിരിക്കാം, അത് ഭാരമേറിയതായിരിക്കാം, അത് നിരാശയുടേതായിരിക്കാം, അതങ്ങ് മറന്നേക്ക്. ഇന്ന് രാത്രി പുതിയത് ഉത്ഭവിച്ചേക്കുമെന്നല്ല, പുതിയത് ഉത്ഭവിക്കും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതിന്ന് ഉത്ഭവിക്കും. ആമേൻ. ഈ അബ്രഹാമിന്റെ ചരിത്രത്തിലോട്ട് നമുക്കൊന്ന് വരാം, വേഗം വരാം, സമയം ഓടിപ്പോകുന്നു. അവൻ 22-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 13-14 വാക്യങ്ങൾ ഒന്ന്. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപ്പിട്ട് കിടക്കുന്നത് കണ്ടു. ആമേൻ. ഈ മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ടെന്ന് പറയാൻ കാര്യം എന്നാണെന്നറിയോ? അബ്രഹാമിന്റെ ചരിത്രമൊക്കെ ഒത്തിരി പ്രസംഗം കേട്ടതാണ് നമ്മൾ, അതുകൊണ്ട് അതിനെ ഇങ്ങനെ വലിച്ചു നീട്ടുന്നില്ല. എന്തായാലും ദൈവത്തിന്റെ വാക്ക് കേട്ടിറങ്ങി ബഹുസമ്പന്നനായി അനുഗ്രഹത്തിന്റെ കരങ്ങൾ കൊണ്ട് ദൈവം അങ്ങ് അനുഗ്രഹിച്ചു. ഇപ്പോ എല്ലാ നിലവാരത്തിലും അനുഗ്രഹിച്ചു. വാഗ്ദത്തം ചെയ്തതും കൊടുത്തു, വാഗ്ദത്തം ചെയ്യാത്തതും കൊടുത്തു, അല്ലേ? 12-ാം അധ്യായത്തിൽ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ഐശ്വര്യമായി എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. 12-ാം അധ്യായത്തിൽ ഐശ്വര്യമായി അനുഗ്രഹിക്കും എന്ന് പറഞ്ഞവനെ 13-ാം അധ്യായത്തിൽ ഐശ്വര്യമായിട്ട് അനുഗ്രഹിച്ചു. എന്നാൽ 15-ാം അധ്യായത്തിൽ വരുമ്പോൾ ദൈവത്തോട് താൻ ചോദിക്കുന്നുണ്ട്, ആ ഐശ്വര്യമായി അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞതിനകത്ത് ഒന്ന് കിട്ടിയിട്ടില്ല കേട്ടോ. എന്താ? മക്കളെ കിട്ടിയില്ല. ആമേൻ. ദമേശക്കുകാരനായ ഏലിയാസറാകുമോ എന്റെ അവകാശി? എല്ലാം തരാമെന്ന് പറഞ്ഞിട്ടും ഇപ്പോഴും കിട്ടാത്തതൊന്നുണ്ട് എന്ന് പറഞ്ഞു. ദൈവം അതും കൊടുത്തു, അതും കിട്ടി. ഇപ്പോൾ ഈ അബ്രഹാമിന്റെ ചരിത്രം വന്നു നിൽക്കുന്നത് 22-ാം അധ്യായത്തിൽ കൊടുത്തത് തിരിച്ചു ചോദിക്കുന്നു. ഒരല്ലേ പറഞ്ഞേ, കൊടുത്തത് തിരിച്ചു ചോദിക്കുന്നു. ഈ അബ്രഹാമിനെ പോലെ ദശാംശം കൊടുക്കുന്ന ഒരാള് വേദപുസ്തകത്തിൽ വേറെ ഇല്ലായിരുന്നു. നിങ്ങൾക്കറിയാമോ? ദശാംശം കൊടുത്ത് അനുഗ്രഹം പ്രാപിച്ച ഒരു ദൈവ മനുഷ്യൻ ആരാന്നറിയാമോ? അബ്രഹാമാണ്. 3-4 രാജാക്കന്മാര് വന്ന് തന്റെ സഹോദരന് പുത്രനായ ലോത്തിനെ പിടിച്ചോണ്ട് പോയി. ലോത്തിനെ പിടിച്ചോണ്ട് പോയ കൂട്ടത്തിൽ അബ്രഹാമിന്റെ കൂടെയുള്ള 318 അഭ്യാസികളെയും കൊണ്ട് പുള്ളി പോയിട്ട് 4 രാജാക്കന്മാരെയും ജയിച്ച് അവയെല്ലാം തിരിച്ചു പിടിച്ച് മടങ്ങി വരുന്ന വഴിക്ക് വഴി വെച്ച് അബിമേലെക്ക് തന്നെ എതിരിട്ടു. ശരിയല്ലേ? അബിമേലെക്ക് എതിരിട്ടിട്ട് പറഞ്ഞു, അബ്രഹാമേ, ഇതൊരു ഭയങ്കര വിജയമാണ്. 4 രാജാക്കന്മാരോട് 318 പേരും അബ്രഹാമും കൂടി യുദ്ധം ചെയ്ത് പിടിച്ചടക്കി, പൊന്നും വെള്ളിയും എല്ലാം. അതുകൊണ്ട് എനിക്ക് ഈ ജനത്തെ അങ്ങ് തന്നേക്ക്. സ്വർണവും വെള്ളിയും പൊന്നും ആടും എല്ലാം ആരെടുത്തോ? പറഞ്ഞോ, നീ എടുത്തോ. എന്റെ രക്തം തിളച്ചൊരു വാക്യമാണ്. അബ്രഹാം അബിമേലെക്കിനോട് പറഞ്ഞു, സാർ, നീ എന്നെ സമ്പന്നനാക്കി എന്ന് പറയാതിരിക്കേണ്ടതിന് അങ്ങിട്ടിരിക്കുന്ന വായിച്ചു. സോദോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ അബ്രഹാമിനെ സമ്പന്നനാക്കി നീ ഞാൻ അബ്രഹാമിനെ സമ്പന്നനാക്കി എന്ന് പറയാതിരിക്കേണ്ടതിന് ഞാനൊരു ചരടാകട്ടെ, ഒരു ചരടാകട്ടെ, ചെരുപ്പുപാറാകട്ടെ, ഒരു ചെരുപ്പുപാറാകട്ടെ, നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ, നിനക്കുള്ളതിനകത്തൊന്നും ഒന്നും ഞാൻ എന്ത് ചെയ്യത്തില്ല, എടുക്കയില്ല. എന്തൊരു കോൺഫിഡൻസ് ആണെന്ന് നോക്കിക്കേ. ദൈവമക്കളെ, വിളിച്ച ദൈവം അനുഗ്രഹിക്കും. ഇത് ഒരാമേൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റെടുക്കാം. ഒരുവന്റെ ചെരിപ്പോ അവന്റെ വാറോ നമുക്ക് ആവശ്യമില്ല. ദൈവം വിളിച്ചോ, ദൈവം വിളിച്ചിറക്കിയോ, ദൈവം നിന്നെ അനുഗ്രഹിപ്പോ. എന്റെ ദൈവം ശക്തനാണ്. വെയിറ്റ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. ദൈവം അനുഗ്രഹിക്കും. പരിശുദ്ധാത്മാവ് പറയുന്നു, വെയിറ്റ് ചെയ്യുക,
ഞാൻ ഈ വെയിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ശരീരം മുഴുവൻ എന്തോ ഭയങ്കര കുളിര് പോലെ എനിക്ക് തോന്നുന്നു. ആത്മാവ് എന്നോട് പറയുന്നു, ഇത് ചില ദൂതാണ്, നീ ബന്ധപ്പെടേണ്ട കുഞ്ഞെ, നീ വെയിറ്റ് ചെയ്യ്, അല്പസമയം വെയിറ്റ് ചെയ്യ്. നിന്നോട് പറഞ്ഞത്, നിന്നെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞത്, നിന്നെ മാനിക്കാമെന്ന് പറഞ്ഞത്, നിനക്ക് തരാമെന്ന് പറഞ്ഞത് ദൈവം തരിക തന്നെ ചെയ്യോ. ആമേ. ഒരു ചെരുപ്പാകട്ടെ, ഒരു വാറാകട്ടെ, ഒരു വള്ളിയാകട്ടെ, ഞാൻ എടുക്കത്തില്ല. ദൈവമക്കളെ, യുദ്ധം ചെയ്താരാ? ജയിച്ചതാരാ? ഇത് പണ്ട് കഥ പറഞ്ഞ പോലെ വെള്ളയപ്പം ചുട്ടതാര് അല്ലേ? അങ്ങനെയല്ലേ? അപ്പം ചുട്ടതാര്, പൊടി അരച്ചതാരെന്ന് ചോദിച്ച പോലെ പോയി. യുദ്ധത്തിന് പോയതാരാ? അബ്രഹാം. കൂടെ യുദ്ധം ചെയ്താരാ? 318 അഭ്യാസം, വീട്ടിൽ വളരുന്നവർ. വില മുടക്കിയതാരാ? അബ്രഹാം. പക്ഷെ അതിനകത്തുനിന്ന് ഒരു ചെരുപ്പിന്റെ വാറ് പോലും എടുത്തില്ല. ഇതൊക്കെ നമ്മുടെ അകത്തോട്ടങ്ങ് കീറിയേക്കണം മോനെ. എന്നിട്ട് അബ്രഹാം എന്ത് ചെയ്തു? മൽക്കീസദേക്ക് എന്ന് പറഞ്ഞ ഒരുത്തൻ, ഞാൻ പറഞ്ഞു തരാം, എന്നാലും ഇവിടെ അകത്ത് കയറും. ഈ അബിമലേക്കിന്റെ മുമ്പിൽ നിന്നും, സോദോം രാജാവിന്റെ മുമ്പിൽ നിന്ന് ഇത് കൊടുത്തിട്ട് വേണ്ടെന്നും പറഞ്ഞ് തിരിഞ്ഞു പോന്നപ്പോ തന്നെ ഒരാൾ എതിർപ്പെട്ടു. ആരാണ്? മൽക്കീസദേക്ക്, സോദോം രാജാവ് അല്ലേ? സമാധാനത്തിന്റെ ദൈവം. അവൻ ആദ്യനും അന്ത്യനും ഇല്ലാത്തവൻ. വാസ്തവത്തിൽ എബ്രായ ലേഖനം പറയുന്നു, യേശു ക്രിസ്തുവിന്റെ നിഴലാണ് മൽക്കീസദേക്ക്. അവൻ ആരംഭവും അവസാനവുമില്ല. പക്ഷെ അബ്രഹാം പറയും, അവിടെ ഒരു വാക്യമുണ്ട്, അവൻ സകലത്തിനും ദശാംശം കൊടുത്തു. അവൻ അവനെ അനുഗ്രഹിച്ചു. അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. അടുത്തത്, നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച. താഴ്ത്തുവാക്യം മതി. അബ്രഹാം സകലത്തിനും, 20-ാം വാക്യം, നിന്റെ ശത്രുക്കൾ. എത്ര ഇന്ത്യ? 20-ാം വാക്യം. എത്ര ഇന്ത്യ? 14:20. ഇട്ടോഫെബിനെ 14:20 എല്ലാവരും ഒന്ന് കാണട്ടെ. ആ വായിച്ചോ. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ അവന് അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു. അബ്രഹാം സകലത്തിലും, അബ്രഹാം എല്ലാത്തിനും ദശാംശം കൊടുത്തു. ദശാംശം കൊടുക്കണമെന്ന് കൽപ്പന വന്നത് എപ്പോഴാ? സീനായി പർവ്വതത്തിൽ. ആര് വഴി? മോശ വഴി. അബ്രഹാമിന്റെ കാലത്ത് കല്ലിൽ കൊത്തിയ പ്രമാണമല്ലായിരുന്നു, തന്റെ ഹൃദയത്തിൽ ദൈവം കൊത്തിയിട്ട പ്രമാണം. ആ പ്രമാണം അനുസരിച്ച് സകലത്തിലും താൻ എന്ത് കൊടുത്തു? ദശാംശം കൊടുത്തു. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ലൈവിലുള്ളോട് ചോദിക്കുന്നു, നീ ദൈവസന്നിധിയിൽ ദശാംശത്തിൽ നീ വിശ്വസ്തനാണോ? ആ വിഷയത്തിൽ നീ വീണ് കിടക്കുന്നെങ്കിൽ പരിശുദ്ധയാത്മാവ് ഇന്ന് രാത്രി പറയുന്നൊരു ദൂത്, അതിലാദ്യം നീ ക്രമീകരണം പ്രാപിക്കാതെ നിനക്കോ നിന്റെ തലമുറക്കോ ദൈവം ഒരു വഴി തുറക്കില്ല. നിങ്ങൾക്കറിയാം, ഞാൻ ദശാംശത്തെ കുറിച്ച് പ്രസംഗിക്കുന്ന ആളല്ല. പക്ഷെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കാൻ ആത്മാവ് എന്നോട് പറയുന്നു, അതിൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. എനിക്ക് ലഭിക്കുന്നതിൽ ഞാൻ വിശ്വസ്തനല്ലെങ്കിൽ എൻ്റെ വാതിലുകൾ മുഴുവൻ ദൈവം കൊട്ടിയടക്കും. ആമേൻ. ഞാൻ കൊടുക്കുന്നത് ദശാംശമല്ല, ഞാൻ കൊടുക്കുന്നത് ഓഹരിയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ആമേൻ, പരിശുദ്ധാത്മാവ് വളരെ ആഴമായി പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും അവരെ അതിനു വേണ്ടി ഒരുക്കുകയും ചെയ്യണം. കർത്താവിന് സ്തോത്രം ചെയ്തേ. ആമേൻ, ആമേൻ. ഇവിടെ പറയുന്നു, അബ്രഹാം സകലത്തിനും എന്ത് കൊടുത്തു? ദശാംശം കൊടുത്തു. എല്ലാം കൊടുക്കും, എല്ലാറ്റിനും കൊടുക്കും. ദശാംശം എന്ന് പറയുന്നത് ദൈവത്തിനാണ്. സ്വമേധാദാനമുണ്ട്, ദശാംശമുണ്ട്. അത് പിന്നീട് ഒരിക്കൽ ആമേൻ, എനിക്ക് തോന്നുന്നു ഒരു ക്ലാസ് എടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. എന്തിനാണെന്നറിയോ? നിങ്ങൾ എനിക്ക് ദശാംശം തരാനല്ല, പക്ഷേ എന്നെ അനുഗ്രഹിക്കുന്നതോടൊപ്പം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണം. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നതിൽ എന്ത് ചെയ്യണം?
വിശ്വസ്തരാകണം. അതാണ് പലരുടെയും ജീവിതത്തിൽ നന്മകൾ മുടങ്ങുന്നത്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? അവൻ ചെയ്യണം. അവൻ പണ്ണാരപ്പെട്ടിക്കകത്ത് കൊണ്ടുപോയി എറിയുന്ന ഒരു തുട്ടു വെള്ളി രൂപയല്ല ദൈവത്തിന് വേണ്ടത്. അവൻ ബൈബിൾ പഠിപ്പിക്കുന്നത് നമുക്കുള്ള സകലത്തിനുമാണ്. ആമേൻ. ഈ കാലങ്ങളിൽ ആമേൻ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ദൈവസഭകൾ വളരുന്നൊരിടമുണ്ട്. അതെവിടെയാണെന്നറിയാമോ? തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ ദൈവസഭകൾ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ദൈവമക്കൾ വളരെ സമ്പന്നരായിക്കൊണ്ടിരിക്കുക അല്ലേ? വളരെ വേഗത്തിൽ ആയിരങ്ങൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ചർച്ച കണ്ടു. ഒറ്റ സർവീസിന് 75,000 ആളുകളെ ഒരു സൺഡേ കൂടുന്നേ ആളുകൾ അവർ കൊണ്ടുവന്നിട്ട് ആണ്ടവരെ അപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കിട്ടുന്ന നന്മകൾ മുഴുവൻ ആലയത്തിൽ കൊണ്ടുവന്നവർ വലിച്ചെറിയും. ഒരു വ്യക്തിക്കല്ല നമ്മൾ ചെയ്യുന്നത്, ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഇതൊന്ന് കേറി വന്നതുകൊണ്ട് ഞാനൊന്ന് തൊട്ടൊന്ന് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കുക. മുമ്പുള്ളവയെ നിങ്ങൾ എന്ത് ചെയ്യണ്ട? ഓർക്കണ്ട. കൊടുത്ത ദൈവം തിരിച്ചു ചോദിച്ചു. കൊടുക്കാൻ മടി കാണിക്കാതെ മോറിയയുടെ മലയിലേക്ക് കയറി ചെന്നു. നിങ്ങൾ ശ്രദ്ധിച്ചേ. അവൻ യാഗത്തിന് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു സാധനം എന്തായിരുന്നു? ആടാണ് വേണ്ടത്. ആടിനെയും കൊണ്ട് മല കയറണമായിരുന്നു. വാസ്തവത്തിൽ മല കയറേണ്ടത് 3 പേരാണ്. ആരൊക്കെ? ഇസഹാക്കും അബ്രഹാമും പിന്നെ ആടുമാണ് മല കയറേണ്ടത്. ആടിനെയും കൊണ്ടാണ് മല കയറേണ്ടത്. പക്ഷെ അന്ന് മല കയറിയത് 2 പേരാണ്. അബ്രഹാമും മകനും കൂടി എന്ത് ചെയ്തു? മല കയറി. പക്ഷേ ആടിനെ കുറിച്ച് മകൻ ചോദിക്കുന്നുണ്ട്. അപ്പാ ആടില്ലല്ലോ. അപ്പൊ അപ്പന്റെ മറുപടി, എന്നോട് ചോദിച്ചപ്പോൾ കൊടുക്കാമെന്നുള്ള മനസ്സ് ഞാൻ കാണിച്ചപ്പോൾ തന്നെ അതിനുള്ള പ്രതിവിധിയും ദൈവം കണ്ടിട്ടുണ്ട്. ദൂത് മനസ്സിലായോ? ദൈവം നിന്റെ ഏകജാതനായ മകൻ ഇസ്ഹാക്കിനെ കൂട്ടിക്കൊണ്ടുവന്ന് ഞാൻ കാണിക്കുന്ന സ്ഥലത്ത് യാഗം കഴിക്കണം. അതേ കർത്താവേ ഇപ്പൊ തന്നെ കൊണ്ടുവന്നേക്കാമെന്ന് പറഞ്ഞ നിമിഷത്തിൽ തന്നെ എന്റെ മകന് പകരം ഒരാടിനെ കരുതിയിട്ടുണ്ട്. നിങ്ങളുടെ തീരുമാനത്തിന്റെ വാക്കുകളുടെ മേൽ ദൈവത്തിന്റെ കരുതൽ വെളിപ്പെട്ടു വരും. നിങ്ങളുടെ തീരുമാനങ്ങളുടെ നിലപാടിൽ എന്റെ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി വെളിപ്പെട്ടു വരും. സ്തോത്രം. ആമേൻ. ലോകത്തിൽ ഒരപ്പനുമില്ലാത്തൊരു ഗതികേട് ഈ അപ്പനുണ്ടായി. വല്ലപ്പോഴും ഒക്കെ വചനം ധ്യാനിക്കുമ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ചിന്തിക്കും. 117 വയസ്സുള്ള ഈ മനുഷ്യൻ കൈകൊണ്ട് വെട്ടി നുറുക്കി തുണ്ടം തുണ്ടമായി യാഗം കഴിക്കാനായിട്ട് വലിച്ചു കയറ്റിക്കൊണ്ടു പോകുക. 15-ാം അധ്യായത്തിൽ ദമ്മേശേക്കുകാരനാണോ എൻ്റെ സന്തതി? ഇല്ല മോനെ, ഞാൻ നിനക്ക് വാഗ്ദത്ത സന്തതിയെ തരുമെന്ന് പറഞ്ഞ ഈ സന്തതിയെ കൊണ്ടാ പോകുന്നേ കീറി മുറിക്കാൻ. മോറിയാമലക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ആ അബ്രഹാമിന്റെ ഹൃദയത്തിലോട്ട് നോക്കിക്കേ. നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഈ മേശപ്പുറത്ത് ഹാട്ടെടുത്ത് വെച്ച് അടിക്കുന്ന പോലെ അടിക്കുക. മകന്റെ ചോദ്യവും ദൈവത്തിന്റെ ചോദ്യവും രണ്ടും കൂടി ഹൃദയത്തെ മുറിക്കുക. ദൈവം പറയുന്നു മകനെ മുറിക്കണം. മകൻ ചോദിക്കുന്നു യാഗമൃഗം. ഈ 2 വാക്കും കൂടി അപ്പന്റെ ഹൃദയത്തെ നമ്മുടെ ഭാഷ പറഞ്ഞാൽ കോടാലിക്ക് മുറിക്കുന്ന പോലെ മുറിക്കുമ്പോ, മോനെ യഹോവ ഈരടാ, ദൈവം കരുതിക്കൊള്ളും. അബ്രഹാമേ, ഇന്ന് നീ അനുഭവിക്കുന്ന ഈ ചരിത്രം ഉണ്ടല്ലോ, വരും കാലത്ത് നിനക്ക് ഓർക്കാനുള്ള ഒരു ചരിത്രമാക്കി ദൈവം മാറ്റും. ഞാൻ നിങ്ങളോടൊരു ദൂത് പറയട്ടെ. ഈ മുമ്പുള്ളവയെ എന്ത് ചെയ്യണ്ട? ഓർക്കണ്ടെന്ന് പറയാൻ ഒരു കാര്യം തരാം. അപ്പനും മകനും മല കയറി. കുറച്ച് കഴിഞ്ഞപ്പോൾ 3 പേര് മാത്രം നിന്ന മോറിയ മല. ഇന്നത്തെ അവസ്ഥ എന്താണെന്നറിയോ? ഒന്നെടുത്തേ മോനെ, ഒന്നെടുത്തേ ആ വാക്യം. ആമേൻ. 2 ദിനവൃത്താന്ത പുസ്തകം 3-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം വായിച്ചേ. കേവലം 3 പേര് മാത്രം കയറിയ ആ മുമ്പിലത്തെ മോറിയ മല ഇപ്പോൾ എങ്ങനെയായി? വേഗമിട്ട് 2 ദിനവൃത്താന്തം 3-ന്റെ 1.
അനന്തരം ശലോമോൻ യെരൂശലേമിൽ തന്റെ അപ്പനായ ദാവീദിന് യഹോവ പ്രത്യക്ഷനായ മോറിയ പർവ്വതത്തിൽ യെബൂസ്യനായ ഒർന്നാന്റെ കളത്തിങ്കൽ ദാവീദ് വട്ടം കൂട്ടിയിരുന്ന സ്ഥലത്ത്. റോമൻ സുഭാഷ ഒന്നുകൂടി ഒന്ന് നിർത്തി വായിക്കാം, ഒരിച്ച് സമയം പോയാലും കുഴപ്പമില്ല. അനന്തരം ശലോമോൻ യെരൂശലേമിൽ തന്റെ അപ്പനായ ദാവീദിന് യഹോവ പ്രത്യക്ഷനായ മോറിയ പർവ്വതത്തിൽ. എവിടെ? മോറിയ പർവ്വതത്തിൽ. ആർക്ക് പ്രത്യക്ഷനായി? ആർക്ക് പ്രത്യക്ഷനായി? ദാവീദിന് പ്രത്യക്ഷൻ. ഒന്ന് പറഞ്ഞേ മോനെ. ദാവീദിന് യഹോവ പ്രത്യക്ഷനായി. എവിടെ വെച്ച്? മോറിയ മല വെച്ച്. വേറെ എന്തോരം മല അവിടെ ഉണ്ടായിരുന്നു. നെബോ പർവ്വതമില്ലേ? താബോർ പർവ്വതമില്ലേ? എത്ര പർവ്വതത്തെ കുറിച്ച് ഞാൻ പറയണം? ഇഷ്ടം പോലെ പർവ്വതമുണ്ട്. പക്ഷെ ദൈവം ദാവീദിനെയും കൊണ്ട് കയറി ചെന്നിട്ട് വാ, ഞാൻ ആ മോറിയ മലയിൽ ഇറങ്ങാന്ന് പറഞ്ഞു. കാരണം എന്താണെന്നറിയോ? ഒരപ്പന്റെ ഹൃദയം പെടച്ച ഒരു മലയാ മോറിയ മല. കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ മനസ്സ് ഇടറിയ ആ വേദന ഇന്ന് രാത്രി മാറ്റി പുതിയത് ദൈവം നിനക്ക് വേണ്ടി ചെയ്യും. ഇനി തീർന്നില്ല, അടുത്ത വാക്യം വായിച്ചേ. അവിടെ എന്ത് ചെയ്തു? ദാവീദ് വട്ടം കൂടിയിരുന്ന സ്ഥലത്ത് യഹോവയുടെ ആലയം പണിയാൻ തുടങ്ങി. അപ്പൊ ദൈവത്തിന്റെ ആലയം ശലോമോൻ പണിത സ്ഥലമേതാ? പറ. മോറിയ മല. അത് ഏതായിരുന്നു? അബ്രഹാം മകനെ യാഗം കഴിക്കാൻ കൊണ്ടുപോയ സ്ഥലത്ത് പിൽക്കാലത്ത് 5-ാം അധ്യായം എടുത്ത് 5-ാം അധ്യായം അതിന്റെ 6-7 വാക്യം നോക്കിക്കും മോനെ. 6-7 വാക്യം. ശലോമോൻ രാജാവും. നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ പിക്ചർ, നിങ്ങളുടെ ഹൃദയത്തെ കുറിച്ചിട്ടോ വായിച്ചോ. ശലോമോൻ രാജാവും അവന്റെ അടുക്കൽ കൂടി വന്നിരുന്ന ഇസ്രായേൽ സഭയൊക്കെയും എണ്ണുവാനും കണക്കെടുപ്പാനും കഴിയാതെ വണ്ണം വളരെ ആടുകളെയും കാളകളെയും. എന്താ മോനെ? വളരെ ആടുകളെയും കാളകളെയും. എല്ലാരും ഒന്ന് പറഞ്ഞേ. എന്താ? വളരെ ആടുകളെയും എണ്ണുവാനും കണക്കെടുപ്പാനും കഴിയാതെ വണ്ണം വളരെ ആടുകളെയും. എവിടെയാ? മോറിയ മല. നാളുകൾക്ക് മുമ്പ് അവിടെ എത്ര ആടുണ്ടായിരുന്നു? പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് എന്നാന്നറിയോ? നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പോവാതിരിക്കാനാ. പണ്ട് ഈ മോറിയ മലയിൽ എത്ര ആടുണ്ടായിരുന്നു? ഒരാട്. എത്ര പേരുണ്ടായിരുന്നു? 2 പേര്. ഒരപ്പനും ഒരു മകനും ഒരാടും മാത്രം കേറി ആരാധിച്ച ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി നിന്നടത്ത് ദാണ്ട് ഇവിടെ നോക്ക്. എണ്ണുവാൻ കഴിയാത്ത ആളുകളെയും കാളകളെയും ആടുകളെയും കൊണ്ട് മോറിയ മല ദൈവം നിറച്ചു. മുമ്പുള്ളവയെ നീ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കണ്ട. ഇന്ന് ദൈവം നിനക്ക് ഇങ്ങനെ ചെയ്യും. ദൈവം പണ്ടുള്ളതിനെ ഓർക്കണ്ട കേട്ടോ. പണ്ടത്തെ മോറിയ മലയിലെ ആ കൊച്ചുകൂട്ടത്തെ ഓർക്കണ്ട കേട്ടോ. ഒരാടേ ഉണ്ടായിരുന്നുള്ളൂ. അബ്രഹാമേ നീ തനിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് നിനക്ക് വേണ്ടി ചിലത് ഉത്ഭവിക്കും. ഒരാടുണ്ടായെടുത്ത് ഇപ്പൊ എത്രയാ സാമേ? പറഞ്ഞു നിങ്ങള്. എണ്ണി കണക്കെടുക്കുവാൻ കഴിയാതെ വണ്ണം എന്തായി? ആടുകളും കാളകളും. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞേ മുമ്പുള്ളവ എന്ത് ചെയ്യണ്ട, ഇപ്പോ ദൈവം ചെയ്യും. ദൈവം ചെയ്യുമ്പോ ഇങ്ങനെ അങ്ങ് ചെയ്യും. 500 കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ആലയത്തിന്റെ ആളുകളെ എണ്ണിക്കൂടാതെ വണ്ണം ആമൻ ആടുകളെ കൊണ്ട്, ആമൻ കാളകളെ കൊണ്ട്, യാഗത്തിനുള്ള ആളുകളെ കൊണ്ട് ദൈവം നിറക്കാൻ ദൈവം വിശ്വസ്തൻ. ആമേൻ. ഉൽപ്പത്തി പുസ്തകം ആമേൻ സ്തോത്രം 28-ാം അധ്യായം അതിന് 10-ാമത്തെ വാക്യം വരുമ്പോ നമുക്കറിയാം, അപ്പന്റെ കയ്യിൽ നിന്നും അനുഗ്രഹം പിടിച്ചു മേടിച്ച് ഏശാവിന്റെ അനുഗ്രഹം തട്ടിയെടുത്ത് ഓടിപ്പോയൊരു മനുഷ്യനുണ്ട്. ആരാ? യാക്കോബ്. സൂര്യൻ അസ്തമിച്ചപ്പോൾ 28-ാം അധ്യായം 10-ാമത്തെ വാക്യമായി വായിക്കണ്ട, ഞാൻ പറഞ്ഞു വിട്ടേക്കാൻ സമയം പോയി. 28-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിക്കുമ്പോ, ലൂസം എന്ന് പറയുന്നൊരു പട്ടണത്തിൽ എത്തിയപ്പോ ഒരു കല്ലെടുത്ത് തലയണയായി വെച്ച് കിടന്ന് ആ മനുഷ്യൻ വിശ്രമിക്കാൻ തുടങ്ങി. ഒരു അല്ലലി ഒന്ന് പറഞ്ഞേ. കല്ല് തലയണയായി വെച്ച് കിടന്നുറങ്ങിയ ആരെങ്കിലും ഇതിനകത്തുണ്ടോ? സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുമോ?
ഇനി ലോകത്തേതെങ്കിലും ഒരു മനുഷ്യൻ കല്ലെടുത്ത് തലയാണയായി വെക്കുവോ? സ്വതന്ത്രം. ഞാനൊരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ, ശ്രദ്ധിച്ച് കേൾക്കണേ. അപ്പൻ്റെ അനുഗ്രഹം തലയിൽ ഉണ്ടെങ്കിൽ കല്ല് നിനക്ക് ഫില്ലോയായി മാറും. സ്വതന്ത്രം, കുറിച്ചു വെച്ചോ. അപ്പൻ്റെ അനുഗ്രഹം തലയിലുള്ള യാക്കോബേ, കരിങ്കല്ല് പോലും നിനക്കുറക്കത്തിനുള്ള ഒരു ഫില്ലോയാക്കി ദൈവം മാറ്റും. അല്ലേ, ഒരു തലയണയാക്കി ദൈവം മാറ്റും. അവിടെ നിനക്ക് വേദന ഉണ്ടാവത്തില്ല, അവിടെ നിനക്ക് ഭാരം തോന്നത്തില്ല, അവിടെ നിരാശപ്പെടുകയില്ല. കല്ലായിരുന്നു, പക്ഷേ ആ കല്ലെടുത്ത് തലയണയാക്കി മാറ്റി സാഹചര്യത്തെ മാറ്റിക്കളഞ്ഞു. ആമേൻ. ഒരു ദൂത്. ആമേൻ, സ്തോത്രം. ഈ കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ പ്രശസ്തി ആർജിച്ചൊരു ഒരു കൂട്ടം ഉണ്ടായിരുന്നു. ആരാന്നറിയോ? ഈ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നവർക്ക് ഭയങ്കര ഡിമാൻഡായിരുന്നു. ഏത് സമയത്ത്? അപ്പോൾ അവർ നമ്മളോടെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് എപ്പോഴും നിങ്ങൾ എങ്ങനെയായിരിക്കണം? പോസിറ്റീവായി ഇരിക്കണം. പക്ഷെ അന്ന് ഏറ്റവും കൂടുതൽ കേൾക്കാൻ പേടിച്ചൊരു കാര്യം എന്തായിരുന്നു? പോസിറ്റീവാന്ന് കേൾക്കാം എല്ലാവർക്കും. പക്ഷേ മോട്ടിവേഷൻ ക്ലാസ്സുകാരെല്ലാം നമ്മോട് പറഞ്ഞ എന്തുകൊണ്ടാണ്? നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? പോസിറ്റീവ് ആയിരിക്കും. അപ്പം നമ്മൾ പറയുക, എൻ്റെ പൊന്നെ പോസിറ്റീവ് ആകണ്ട, എല്ലാവരും നെഗറ്റീവ് ആയാൽ മതി. നെഗറ്റീവ് ആകാൻ പ്രാർത്ഥിച്ച 2 വർഷത്തിൽ മോട്ടിവേഷൻ ക്ലാസ്സുകാർ മുഴുവൻ നമ്മളോട് പറഞ്ഞത് ബി പോസിറ്റീവ്. എല്ലാവരും പോസിറ്റീവാകും. ഒരു സ്വതന്ത്രം പറ. പക്ഷേ ഈ മനുഷ്യൻ എങ്ങനെ അതിജീവിച്ചെന്ന് കേൾക്കണ്ടേ? ആ കല്ലെടുത്ത് തലയണയായി വെച്ചപ്പോ, ആ കല്ല് തലയണയായി വെച്ചതിൻ്റെ തലക്ക് മീതെ സ്വർഗം അങ്ങ് തുറന്നു. സാഹചര്യങ്ങളെ നീ എങ്ങനെ അഭിമുഖീകരിക്കുന്നുവോ അതനുസരിച്ചാണ് നിന്റെ വിടുതൽ. ഒരു സ്തോത്രം എന്ന് പറ. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് വരുന്ന സാഹചര്യത്തെ ഓക്കെ പാഷ എന്തായി പറയുന്നേ? എൻ്റെ തലയിൽ എന്താ ഇരിക്കുന്നേ? പറ. കല്ലായിരിക്കുന്നേ. പാച്ചു പറയുന്ന പോലെ ഒന്നുമല്ല. ഈ കരിങ്കല്ലും വെച്ചുകൊണ്ട് ഞാൻ എന്നാ ചെയ്യാനാ? പക്ഷേ യാക്കോബ് സ്വർഗത്തോളം എത്തുന്ന ഗോവണി കണ്ടത് എപ്പോഴാ? ഡള്ളപ്പിൻ്റെ തലയണ വെച്ചപ്പോഴല്ല, പിന്നെയോ കല്ല് തലയണയായി വെച്ചപ്പോ. ആ കല്ല് താന് സ്വർഗത്തേക്കുള്ള കോവണിയുടെ ഇടമാക്കി ദൈവം മാറ്റി. സ്തോത്രം. കുറച്ച് കഴിഞ്ഞപ്പോ മുമ്പിലത്തെ സാഹചര്യം മാറി. ഇപ്പോ ആ കല്ല് എന്തായെന്ന് അറിയാമോ? താഴ്ത്തോട്ട് വായിച്ച മോനെ. ആമൻ. സമയം പോയി. ആമൻ. അവനൊരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി. മോനെ 16-ാം വാക്യം മതി. 16-17. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത്. അല്ല, 16-ാം വാക്യം. അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്ന് യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം, ഞാനോ അതറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അവിടെ അവൻ പറയാ, ഒരു കല്ലെടുത്ത് തൂണായി നിർത്തിയിട്ട് തന്റെ പാണ്ടക്കെട്ടിനകത്തൊന്ന് എണ്ണ എടുത്തിട്ട് ആ കല്ലിലോട്ട് ഒഴിച്ച് ആ കല്ലിനെ അങ്ങ് അഭിഷേകം ചെയ്തു. അല്ലേ? ഈ കല്ല് കുറച്ചു മുമ്പ് എന്തായിരുന്നു? ആമൻ. പ്രൈസ് ദി ലോർഡ്. പരിപരുത്ത, വേദനിപ്പിക്കുന്ന, ഭാരമുണ്ടാക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന കല്ലായിരുന്നെങ്കിൽ അല്പസമയം കഴിഞ്ഞപ്പോ ഈ കല്ല് അഭിഷേകത്തിന്റെ കല്ലായി മാറി. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കഴിഞ്ഞ നാളുകളിൽ നീ നേരിട്ട പലതോ കല്ല് പോലുള്ള പ്രശ്നമാണെങ്കിൽ, കല്ല് പോലുള്ള പ്രതിസന്ധിയാണെങ്കിൽ, ആ കല്ലിനെ അഭിഷേകത്തിന്റെ കല്ലാക്കി, അഭിഷേകത്തിന്റെ തൂണാക്കി മാറ്റി നിർത്താൻ എന്റെ ദൈവത്തിന് കഴിയും. ഓക്കെ. 2, മുമ്പുള്ളവ ഓർക്കണ്ട. മുമ്പ് കല്ലായിരിക്കാം, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ അതേ കല്ല് അഭിഷേകത്തിന്റെ കല്ലായി മാറി. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ആദ്യം മോറിയ മല ഒരാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നത്തേതി വന്നപ്പോ എണ്ണിക്കൂടാത്ത ആടുകളായി. മുമ്പുള്ളവ ഓർക്കണ്ട. ഇന്ന് ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യും. 2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ഉൽപ്പത്തി പുസ്തകം എടുത്ത് ജോസഫിന്റെ ചരിത്രമാണ്. 28-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവൻ ഭയപ്പെട്ടു. എത്ര ഭയങ്കരം! അത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല. അതാണ് 38-17. സോറി, 38-17. ഉൽപ്പത്തി 38-17. ഞാൻ ആട്ടിൻകൂടത്തിൽ നിന്ന് ഒരു കോലാട്ടിൻകുട്ടിയെ നിനക്ക് കൊടുത്ത്. അതല്ലല്ലോ, അതാണോ മോനെ? അവർ ദോദാനിലോട്ട് പോയെന്ന് പറയുന്ന ജോസഫിനോട് പറയുന്ന ഒരു വാക്യമുണ്ടല്ലോ.
ആമേൻ. ജോസഫിനെ ഞാൻ ഭാഗം പറയാം, നിങ്ങൾ കിട്ടുമെങ്കിൽ എടുത്ത് വായിച്ചോ. ജോസഫിനെ അപ്പൻ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി വിടുകയാ. അങ്ങനെ ആഹാരവും കൊണ്ട് ചേട്ടന്മാരെ അന്വേഷിച്ചു വരുമ്പോ ഇവരെ കാണാഞ്ഞ നിമിത്തം ഒരു മനുഷ്യനെ കണ്ടു. അവരോട് ചോദിച്ചു, എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ കണ്ടോ? അപ്പൊ അവര് പറഞ്ഞു, അവരെവിടെ ഉണ്ട്? ദോദാനിലുണ്ടെന്ന് പറഞ്ഞു. മോനെ 37:16 അല്ലേ? അതിനവൻ, ഞാൻ 38:17 പറഞ്ഞല്ലേ? ഓ സോറി. അതിനവൻ ഞാൻ എന്റെ സഹോദരന്മാരെ അന്വേഷിക്കുന്നു. അവർ എവിടെ ആട് മേയ്ക്കുന്നു എന്ന് എന്നോട് അറിയിക്കണമേ എന്ന് പറഞ്ഞു. അവർ ഇവിടെ നിന്ന് പോയി നാം ദോദാനിലേക്ക് പോക എന്ന് അവർ പറയുന്നത് ഞാൻ കേട്ടു എന്ന് അവൻ. അവര് എവിടേക്കാ പോയത്? ദോദാനിലേക്ക്. ദോദാൻ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാ പോയത്. മുമ്പുള്ളവയെ ഓർക്കണ്ട കേട്ടോ, അതങ്ങ് പറഞ്ഞേക്കാം. ദോദാനിൽ ചെന്നപ്പോ ജോസഫിനെ ഉടുപ്പഴിച്ചു. ദോദാൻ എന്ന് പറയുന്നത് പ്രവാചകന്മാരെയും സ്വപ്നം കാണുന്നവരെയും തകർക്കുന്ന സ്ഥലമാണ്. മനസ്സിലായില്ലേ? ദോദാനിൽ ചെന്നപ്പോൾ യോസഫിന് എന്തഴിച്ചു? വസ്ത്രമഴിച്ചു, അവനെ മുറിവേൽപ്പിച്ചു, കുറച്ചു വെള്ളിക്കാശിന് വിറ്റുകളഞ്ഞു, അടിമയാക്കി. തകർച്ചയുടെ സ്ഥലമാണേത്? പറ. ദോദാൻ. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഒരു സഹോദരൻ ഒരു യൗവനക്കാരനെ കൊന്നു കൊലവിളിച്ച സ്ഥലമായത്? പറ. ഒരിക്കലും ദോദാനിൽ അഭിഷിക്തന്മാർ വാഴത്തില്ലെന്ന് ജോസഫിന്റെ ചേട്ടന്മാർ വിധി എഴുതിയ സ്ഥലം. ഞാൻ ഇനി ഒരു പിക്ചർ കാണിച്ചു തരാം നിങ്ങൾക്ക്. അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം വരും. മുമ്പുള്ള ഇവ ഓർക്കണ്ട. വായിക്കാം നമുക്ക്. 2 രാജാക്കന്മാർ 6-ാം അധ്യായം 13-ാമത്തെ വാക്യം. 2 രാജാക്കന്മാർ 6:13. നിങ്ങൾ ചെന്ന് അവൻ എവിടെ ഇരിക്കുന്നു എന്ന് നോക്കുവിൻ. ആമേൻ. ഈ സംഭവം എന്നാന്നറിയോ മാഷേ? അത് പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ വായിച്ച കിട്ടില്ല. ഈ ഏലീശ പ്രവാചകന്റെ കാലത്തെ അരാം രാജാവുണ്ടല്ലോ, ശയനഗ്രഹത്തിൽ പറയുന്നത് ഏലീശ കൂടാരത്തിരുന്ന് പറയും, നാളെ നമുക്ക് ഗിൽഗാലിൽ പോയി യഹൂദ വളയാം എന്ന് ഈ പുള്ളി കൊട്ടാരത്തിരുന്ന് പറയുമ്പോൾ എലീശ പറയും, അവന്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ, യജമാനായ രാജാവേ, കാര്യം അങ്ങനെയല്ല, നീ ശയനഗൃഹത്തിൽ ശയനഗ്രഹത്തിൽ പറയുന്നതെല്ലാം വാക്കുകൾ ഇസ്രായേലിലെ പ്രവാചകനായ ഏലീശ ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നു എന്ന് പറഞ്ഞു. നിർത്തണേ. ഇന്ന് രാത്രി 12 മണിക്ക് കിടക്കുന്നതിന് മുമ്പ് അരാം രാജാവ് പറഞ്ഞു, നാളെ 6 മണിക്ക് യഹൂദ വളയും. ഇത് പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഏലീശയോട് പറഞ്ഞു. അവൻ അവിടെ ഇരുന്ന് പറയുന്നു, നാളെ 7 മണിക്ക്. ആ സമയത്ത് ഏലീശ ഇസ്രായേൽ മക്കളോട് പറയും, നമ്മുടെ സൈന്യം വന്ന് അവിടെ തമ്പടിക്കും. പരിപാടി പാളിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അരാം രാജാവിൻ്റെ തലക്ക് വട്ടായി. പുള്ളി പറഞ്ഞു, ആരോ ഒരു ചാരം നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട്, ആരാണ് അവൻ പിടിച്ചത്? ഉടനെ അതിലൊരുത്തം പറഞ്ഞു, എൻ്റെ പൊന്ന് രാജാവേ, ചാരന്മാരൊന്നുമല്ല, അവിടെ ഒരു പ്രവാചകനുണ്ട്, അവൻ അവിടെ ഇരുന്ന് സാർ ഇവിടെ പറയുന്നതൊക്കെ അവിടെ ഇരുന്ന് പറയും. അവൻ മാത്രമല്ല, അവന്റെ കൂടെ എത്ര പേരുണ്ട്? 150 പേർ. അയ്യോ മറന്നുപോയോ? ഏലിയാവേ യോർദാൻ കടന്നപ്പോ പറഞ്ഞില്ലേ, നീ ഈ 50 പേർക്ക്. കുറച്ചുകൂടി വന്നപ്പോ പിന്നെയും പറഞ്ഞു, ഈ 50 പേർക്ക്. അപ്പൊ 50 100 പ്രവാചകന്മാരുണ്ട്. ഇപ്പൊ ആരുടെ കൂടെ? പറ. എലീശയുടെ കൂടെ. ഈ രാജാവ് ഈ ഏലീശയെ പിടിക്കാൻ ആളയച്ച സ്ഥലം ഒന്ന് നോക്കിക്കേ. അയച്ചോ. നിങ്ങൾ ചെന്ന് അവനെ എവിടെ ഇരിക്കുന്നെന്ന് നോക്കുവിൻ, ഞാൻ ആളയച്ച് അവനെ പിടിപ്പിക്കും എന്ന് അവൻ കൽപ്പിച്ചു. അവൻ ദോദാനിലുണ്ടെന്ന് അവൻ അറിവ് കിട്ടി. ഞാൻ നിർത്തി, ഇനി വായിക്കുന്നില്ല. അവൻ എവിടെയുണ്ട്? ജോസഫിന്റെ വസ്ത്രമഴിച്ച ദോദാൻ, പ്രവാചകന്മാരെ വാഴിക്കാത്ത ദോദാനിൽ ഇപ്പൊ എത്ര പേരുണ്ട്? 100 പ്രവാചകന്മാരും എലീശയും. മുമ്പുള്ളവയെ ഓർക്കണ്ട, ദൈവം നിനക്ക് പുതിയത് ചെയ്യും. ഇത് മനസ്സിലായോ? ഇതൊക്കെ ചരിത്രമാകട്ടോ. മുമ്പുള്ളവ എന്ത് ചെയ്യണ്ട?
ആ ദോതാൻ നിന്നെ തകർക്കുന്നതായിരുന്നെങ്കിൽ നാളുകൾ കഴിഞ്ഞപ്പോ അതേ ദോതാനിൽ പ്രവാചക ശ്രേഷ്ഠന്മാർ തമ്പടിക്കുന്ന സ്ഥലമായി മാറി. മുമ്പുള്ളവയെ പിന്നെ തികട്ടി വരുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ സമയം പോയതുകൊണ്ട് അങ്ങ് നിർത്തുകയാണ്. യോഹന്നാൻ 11-ാം അധ്യായത്തിൽ യേശു 11-ന്റെ 39, 37, 38 വാക്യവാ. യേശു കർത്താവ് കല്ലറയുടെ അടുക്കലേക്ക് പോയപ്പോൾ സഹോദരിമാർ പറയാ, അയ്യോ കർത്താവേ അങ്ങോട്ട് പോവല്ലേ. അതെന്താണ്? നാട്ടം വെച്ചിരിക്കുന്നു. ഇപ്പൊ ഏക സഹോദരൻ എങ്ങനെയാ ഇപ്പോഴത്തെ അവസ്ഥ? പറ. നാട്ടം വെച്ചിരിക്കുന്നു. യേശു എന്ന് വിളിച്ച് പുറത്തു കൊണ്ടുവന്നു. 12-ാം അധ്യായം വീട്ടിൽ ചെന്ന് വായിക്കണം കേട്ടോ. യോഹന്നാൻ 12:1. അന്ന് ബെഥാനിയിൽ യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബെഥാനിയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. അവിടെ അവർ അവനൊരു അത്താഴമൊരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോടുകൂടെ പന്തിയിൽ ഇരുന്നവരിൽ ഒരുവനായിരുന്നു. 11-ാം അധ്യായത്തിൽ കിഡ്നി ചീഞ്ഞുപോയി, ലിവർ അഴുത്തുപോയി, മൂക്ക് അഴുത്ത് താന്നുപോയി, കൈവിരലുകളിലെ മാംസമെല്ലാം അഴുക്കാൻ തുടങ്ങി. ഈ പുള്ളി 12-ാം അധ്യായത്തിൽ പന്തിക്കിരിക്കുന്നു. ഒരു അല്ലേലിയോ എന്ന് പറഞ്ഞു. ഇനി അടുത്ത കാര്യം ഇതൊന്നുമല്ല എൻ്റെ വിഷയം. കല്ലറ വാതിക്കെ ചെന്നപ്പോ സഹോദരിമാർ അയ്യോ മാറ്റല്ലേ. എന്താണ്? പറ. നാറ്റം. കേൾക്കണോ നിങ്ങൾക്ക്? ഈ പന്തിയിൽ ഇരുന്നപ്പോ ഒരു പെണ്ണുമ്പുളം കൊണ്ടുവന്നിട്ടേ സ്വച്ഛജടമാംസി തൈലം കൊണ്ടുവന്ന് ആരുടെ കാൽക്കൽ ഒഴിച്ചു? യേശുവിൻ്റെ കാൽക്കൽ. ആ വീട് മുഴുവൻ എന്തായി? ഒരു റാത്തൽ എടുത്ത് യേശുവിൻ്റെ കാൽക്കൽ പൂശി. തൈലത്തിന്റെ സൗരഭ്യം എന്ത് നിറഞ്ഞു? 11-ാം അധ്യായത്തിൽ നാറ്റം വെച്ചവന്റെ വീട് 12-ാം അധ്യായത്തിൽ സൗരഭ്യം കൊണ്ട് നിറച്ചു. മുമ്പുള്ളവ എന്ത് ചെയ്യണ്ട? ഓർക്കണ്ട. മുമ്പ് നാറ്റമാണോ, ഇന്ന് ദൈവം സൗന്ദര്യം കൊണ്ട് നിറക്കും, സൗരഭ്യം കൊണ്ട് ദൈവം നിറക്കും, ആനന്ദം കൊണ്ട് ദൈവം നിറക്കും. കരമടിച്ചൊന്ന് ദൈവത്തെ ആരാധിച്ച് അല്പസമയം ദൈവത്തെ സ്തുതിച്ച് പരിശുദ്ധൻ പറയുന്നു, മുമ്പുള്ളവയെ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കണ്ട. ഹല്ലേലൂയ. സ്തോത്രം. സന്തോഷമാണോ? സന്തോഷമാണോ? എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഇത്രയും സന്തോഷം വന്നുകൊണ്ട് ഒരു കാര്യം കൂടി പറയാം. ഞാൻ നിർത്തിയത് അപ്പം നിങ്ങളുടെ സന്തോഷം കണ്ടപ്പോൾ എനിക്കും ഒരു സന്തോഷം. പുറപ്പാട് വായിക്കണ്ട, എടുക്കുകയും വേണ്ട. പുറപ്പാട് 2-ാം അധ്യായത്തിലെ 12 വയസ്സ് മൂത്ത ഒരു ചേച്ചി 3 മാസമുള്ള ഒരു കൊച്ചിനെ ഫറവോൻ കൊന്നു കളയാതിരിക്കാൻ നൈൽ നദിയിൽ പറഞ്ഞു. നൈൽ നദിയിൽ ഒഴുക്കി. ചാകണ്ടെന്ന് പറഞ്ഞു ഒഴുക്കിയതാ. കരഞ്ഞുണ്ടാ ഒഴുക്കിയത്. ചേച്ചിക്ക് 12 വയസ്സ് ഏകദേശം, കൊച്ചിന് 3 മാസം. നൈൽ നദിയിൽ ഒഴുക്കി. ചേച്ചിക്കിപ്പോ 90 വയസ്സായി. എത്ര? 90 വയസ്സ്. 90 വയസ്സുള്ള ചേച്ചി തപ്പെടുത്ത് നൃത്തം ചെയ്യുമ്പോൾ 6 ലക്ഷം പേര് ചെങ്കടലിന്ന് മരുഭൂമി കയറി. പണ്ട് ഒരാങ്ങളെയാണ് വെള്ളത്തിൽ നിന്ന് കയറിയതെങ്കിൽ പിന്നീട് 6 ലക്ഷം പേര് വെള്ളത്തിൽ നിന്ന് കയറി. ഒരു ഹല്ലേലൂയ പറയാമോ? പ്രൈസ് ദി ലോർഡ്. മിരിയാമേ, നീ കണ്ടത് നിന്റെ പൊന്നാങ്ങളെ മാത്രം വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നതല്ലേ? നിന്റെ പൊന്നാങ്ങളെ മാത്രം വെള്ളത്തിൽ നിന്ന് വലിച്ചു കയറ്റുന്ന കാഴ്ചയല്ലേ നീ കണ്ടുള്ളൂ? നീ കുറിച്ചു വെച്ചോ, ഇതേ കണ്ണുകൊണ്ട് 6 ലക്ഷം പേര് ചെങ്കടലിൽ നിന്ന് കയറുന്നത് നിന്റെ കണ്ണുകൊണ്ട് കാണും. പണ്ടുള്ളവയെ ഓർക്കണ്ട, മുമ്പുള്ളവയെ നിരൂപിക്കണ്ട. നിനക്ക് വേണ്ടി ഇന്ന് രാത്രി വലിയവ ചെയ്യാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു അതിപ്പോഴേ ഉത്ഭവിക്കും. അതിന്നുത്ഭവിക്കും. അത് ഉത്ഭവിക്കും. ഞങ്ങൾ ഏറ്റെടുക്കുന്നു. നിന്റെ ജനത്തെ അനുഗ്രഹിക്കും. ലൈവിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ യേശുവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. ക്രിസ്തുയേശുവിൻ നാമത്തിൽ പിതാവേ. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും സഭയോടും
എന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാവട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിനു മഹത്വം. ആമേൻ. യേശുവേ വരണമേ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ ആമേൻ കോട്ടയത്ത് ആമേൻ ജീസസ് ലൈവിൻ്റെ മീറ്റിംഗ് നാളെയുണ്ട്. രാവിലെ ഒരു സെക്ഷൻ. പ്ലീസ് എല്ലാവരും ശബ്ദത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.